സംസ്ഥാനത്ത് പോലീസും ആഭ്യന്തരമന്ത്രിയും സമ്പൂർണ്ണ പരാജയമാണെന്ന് ഷാഫി പറമ്പിൽ എം പി. എരഞ്ഞോളിയിൽ ബോംബ് നിർമ്മിച്ചവരെ കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല. സമാന സംഭവങ്ങളിലെല്ലാം ഇതേ അവസ്ഥയാണ്. മുഖം നോക്കാതെ നടപടിയെടുക്കാൻ പോലീസിന് അനുമതി നൽകണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. എരഞ്ഞോളിയിൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടയാളുടെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് കേരളത്തിലെ പോലീസ് സംവിധാനമാണ്. 10 പൈസയ്ക്ക് ഗുണമില്ലാത്തതുപോലെയാണ് ബോംബ് കേസുകളിൽ കേരളത്തിലെ പോലീസ് പ്രവർത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് നിർമ്മാണത്തിനിടയ്ക്ക് ബോംബ് പൊട്ടി ആള് മരിക്കുമ്പോഴും അത് ചർച്ച ചെയ്യേണ്ട കാര്യം പോലുമല്ല എന്ന നിലപാടാണ് CPM സ്വീകരിച്ചത്. ഇപ്പോൾ മറ്റൊരാൾ മരിച്ചിരിക്കുന്നു. ഇതുകൊണ്ടൊക്കെ എന്ത് നേട്ടമാണ് ഉള്ളതെന്ന് അവർ ആലോചിക്കണം. ഈ നാട്ടിലെ ജനം ആഗ്രഹിക്കുന്നത് സമാധാനമാണെന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം. ബോംബ് ഉണ്ടാക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണിത്. ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ നിരുപദ്രവകാരിയായ ഒരു വൃദ്ധന് ബോംബ് പൊട്ടി ജീവൻ നഷ്ടമായിരിക്കുന്നു. മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നത് അസംബ്ലിയിലെ പഞ്ച് ഡയലോഗിനപ്പുറം പ്രാവർത്തികമാക്കണം. പോലീസിനെ അതിന് അനുവദിക്കണം. പോലീസിന് കാര്യക്ഷമത ഇല്ലാഞ്ഞിട്ടല്ല, സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അനുമതി നൽകാഞ്ഞിട്ടാണ്. അതിനുള്ള ഇച്ഛാശക്തി ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കോ നേതൃത്വം നൽകുന്ന പാർട്ടിക്കോ ഇല്ല എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. തലശ്ശേരി എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് കഴിഞ്ഞ ദിവസവും ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നു. അതേസമയം വരാനിരിക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDFന് മികച്ച സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും യോഗ്യരായ നിരവധി പേർ കോൺഗ്രസിൽ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നടൻ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം തന്നെ മറുപടി നൽകിയിട്ടുണ്ടെന്നും ഷാഫി കൂട്ടിച്ചേർത്തു. വടകരയിലെ കാഫിർ പ്രയോഗത്തിൽ പോലീസ് അന്വേഷണം ഫലപ്രദമല്ലെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. ഈ സംഭവത്തിൽ ഉത്തരവാദിത്തപ്പെട്ട CPM നേതാക്കളുടെ പങ്ക് കൂടി പുറത്തു വരേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കാഫിർ വിഷയത്തിൽ KK ലതികയെ വ്യക്തിഹത്യ നടത്താൻ UDF നീക്കം നടത്തുന്നതായി CPM പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു. സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന വർഗീയ പ്രചാരണമാണ് CPM വടകരയിലും മലബാറിലും നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി നടത്തിയ വർഗീയ പ്രചാരണത്തിന് പിന്നിൽ അറിയപ്പെടുന്ന CPM നേതാക്കളായിരുന്നു. ഹീനമായ വർഗീയ പ്രചാരണം നടത്തിയവർ എത്ര ഉന്നതരായിരുന്നാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്. പോലീസ് കർശന നടപടി എടുക്കുന്നില്ലെങ്കിൽ UDF ശക്തമായ പ്രക്ഷോഭം തുടരുമെന്നും VD സതീശൻ പറഞ്ഞിരുന്നു.